Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് മസൂർ ദാൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ മസൂർ ദാൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് 1.5 കപ്പ് മസൂർ ദാലാണ് എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ മുദ്രയില്ലേ, മുദ്രയേക്കാളും കുറച്ചുകൂടി വണ്ണത്തിലാണ് ഉണ്ടാവുക. ഇത് നമുക്ക് കഴുകിയിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ലോ ഫ്ലെയിമിൽ 2 വിസിലിന് വേണ്ടിയിട്ട് വെക്കണം. ഫസ്റ്റ് ഹാഫ് ആൻ അവർ ഇത് സോക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം വേണം ഇത് വേവിക്കാനായിട്ട്. ഇനി നമുക്ക് 2 കഷ്ണം ഇഞ്ചിയും ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഇത് രണ്ടും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇത് കാച്ചാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. സബോള 2 വലിയ സബോള കട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ 2 തക്കാളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയിലയും വേണം കേട്ടോ. ഇപ്പം നമ്മളൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ടിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായി മൂത്തതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ സബോള നമ്മൾ ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സബോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സബോളയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് വാടി വന്നോളും. ഇപ്പം നമ്മുടെ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇപ്പം നമ്മുടെ സബോളൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് സാധാരണ നോർത്ത് ഇന്ത്യയിൽ തണുപ്പ് സമയത്താണ് കഴിക്കുക. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ബോഡിക്ക് നല്ല ഹീറ്റ് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ മസൂർ ദാൽ സാധാരണ അവർ കഴിക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോൾ ഇത് കഴിച്ച് നല്ലതാണ് കേട്ടോ. മഞ്ഞൾ ഇട്ടതിന് ശേഷം നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ മസാല ഒക്കെ ഇടുന്ന സമയത്ത്. മസാല ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്നും വെന്ത് വരട്ടെ. ഇപ്പം നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ നന്നായി വെന്തുണ്ട്, എണ്ണൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ കായപ്പൊടി ഒരു 1/4 സ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 സ്പൂണ് പഞ്ചസാര. നോർത്ത് ഇന്ത്യയിൽ എപ്പോഴും ഒരു എരിയുടെ കൂടെ ഒരു തുണ്ട് പഞ്ചസാര ഇവിടെ ഇട്ട് കൊടുക്കും. ചെറിയൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ഉണ്ട് കേട്ടോ. അതിന് ട്രൈ ചെയ്ത് നോക്കിയത് രസമാണ്. എരിവും പുളിയും മധുരമൊക്കെ വരുമ്പോൾ അതൊരു രസം തന്നെയാണ്. നമ്മളിപ്പോൾ മധുരമൊക്കെ ഉണ്ടാക്കുമ്പോൾ തുണ്ട് ഉപ്പിട്ട് കൊടുക്കില്ലേ, അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് അറിയാനായിട്ട്, മധുരമൊക്കെ നന്നായി പൊന്തി വരാനായിട്ട്. അങ്ങനെ ഇവർ കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുക്കും. ഇനി ഇതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച നമ്മുടെ ദാൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ 1 കപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മസാലയും ദാലൊക്കെ ഒന്ന് ഒരുമിച്ച് കിടന്ന് വേവുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ആ ദാലിനൊക്കെ ഒന്ന് പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ഈ 2 മിനിറ്റ് നമുക്കിതൊന്ന് അടിച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. നമ്മൾ സബോള വാടാനുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടാകുന്നത്. കുറച്ചും കൂടി ഒന്ന് ഉപ്പ് വേണ്ടി വരും. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചു വെച്ച് 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഫ്രഷ് ക്രീം കുറച്ചൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 2 സ്പൂണ് ഫ്രഷ് ക്രീം. അപ്പോൾ നമ്മുടെ ദാൽ റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോളൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.